ഒരു കാറ്റായി കടലായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൈകാട്ടുവാൻ കണ്ണനേ കരിമുകിലംബരനേ മധുരാപുരി നിറയും. അപ്പോഴേ നമ്മുടെ കണ്ണനാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? കണ്ണനല്ല, കണ്ണൻ്റെ രാധ. അങ്ങനെ പറയണ്ട, നമ്മുടെ രാധത്താത്ത. ഇനി അതും പോട്ടെ, നമ്മുടെ ജസ്ന സലീം. ഇന്ന് നമ്മുടെ ജസ്ന സലീം ഒരു കാര്യം പറഞ്ഞു, കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായി തോന്നിട്ടോ. നിങ്ങളൊന്ന് കേട്ട് നോക്കണേ. എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയിന്നും ഞാനിപ്പോൾ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന് ചിത്രം വരയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിലാണ് പോലും. അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ? ഈ വ്യാജപ്രചരണം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റീച്ചിൽ നിങ്ങൾക്ക് അരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക് സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ. എനിക്കും സഹതാപം മാത്രമേ തോന്നുള്ളൂ. ജസ്ന ജയിലിലാണ്. ജസ്നയുടെ കൈവിലങ്ങിട്ട് ജസ്നെ ജയിലിൽ കൊണ്ടുപോയി. ജസ്ന ജയിലിൽ നിന്ന് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഈ തംബ്നെയിലൊക്കെ ഇട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം സഹതാപം പുച്ഛം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒന്ന് രണ്ട് തംബ്നെയിൽ കണ്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കട്ടോ. ആരും ചിരിക്കാൻ പാടില്ല, നല്ല എന്താ പറയുക, മുറുക്കി പിടിച്ചിരുന്നോളാം. നമ്മുടെ ആദ്യത്തെ ഒരു തംബ്നെയിലാണ്. ജസ്ന സലീം ജയിലിൽ ആവശ്യപ്പെട്ടത് 3 സാധനങ്ങൾ, ഹൈക്കോടതി വിധിയാണ്. ജസ്ന ജയിലിൽ ആവശ്യപ്പെട്ടത് പേനയും പേപ്പറും ഖുർആനും. വീഡിയോ ഇട്ടതാരാ? നമ്മുടെ കാമി. ഇന്നലെ ഇട്ട വീഡിയോ ആണ്. നമ്മളെ കാമിയുടെ തംബ്നെയിലാണ് കണ്ടത്. ജസ്ന പറഞ്ഞ പോലെ തന്നെ ജസ്നനെ വിറ്റ് കിട്ടുന്ന അരിക്ക് മക്കളെ അണ്ണാക്കിൽ തള്ളണം എന്നുണ്ടെങ്കിൽ അത് ജാമിദ ടീച്ചറാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. ഇനി പോട്ടെ, അടുത്ത വീഡിയോ ഒന്നുകൂടെ നോക്കാം നമുക്ക്. ഇനി വേറെ ആരെങ്കിലും ഇട്ടണമെന്ന് നമ്മൾ വീണ്ടും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വരും നമ്മുടെ ജാമിദയുടെ അടുത്ത തംബ്നെയിൽ. മതം വിട്ട് ജസ്ന വീണ്ടും ഗുരുവായൂരെത്തി, പള്ളിയും ആട്ടിപ്പുറത്താക്കി, കയ്യിൽ വിലങ്ങും വീണല്ലോ. വീണ്ടും അടുത്ത തംബ്നെയിൽ. ഇതുപോലെ ജസ്നനെ വിറ്റ് പൈസ ഉണ്ടാക്കി അതുകൊണ്ട് കിട്ടുന്ന കഞ്ഞി കുടിച്ച് ജീവിക്കാൻ മക്കളെയും കൂടെയുള്ള മീശക്കാരൻ നമ്മുടെ ഗഫൂറിക്കാനെയും ഊട്ടാൻ വേണ്ടിയിട്ട് ജാമിദയുടെ പെടാപ്പാടുകൾ നിങ്ങളെല്ലാവരും ഒന്ന് കാണണം കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ തള്ള ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പാട് തോന്നി, എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കണ്ടപ്പോൾ. ഭയങ്കര മോശമായിപ്പോയി. എന്തെങ്കിലുമൊക്കെ ഊട്ടി കൊടുക്കടാ. ഈ മറ്റേ ഇവണ്ടല്ലോ തള്ള, ഇവൻ്റെ ഇവിടെ കൂടെ നടക്കണ്ടല്ലോ ഒരുത്തൻ മീശക്കാരൻ, വല്ലതൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കടാ. ഇങ്ങനെ കണ്ടവരെ വീഡിയോ ഇട്ട് എത്ര കാലം വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഇത് കിട്ടാനൊന്നും ജീവിക്കുന്നത്. അപ്പം ജസ്ന അജി പറഞ്ഞ കാര്യം കേട്ടോ, അന്നെ വിറ്റ് തിന്നാൻ എൻ്റെ കൂടെ തന്നെ നിന്ന് നടക്കുന്നവരാണ് എന്നെ ഏറ്റവും കൂടുതൽ വിറ്റ് തിന്നുന്നത് ഇജ്ജ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് നല്ലതാണ്. പോട്ടെ, ഇനി നമ്മളെ ഇതിൽ ജാമിദക്ക് വല്ലതും പറയണ്ടോ എന്നുള്ളത് നോക്കണ്ടേ അല്ലേ? ജസ്നയുടെ കാര്യത്തിൽ നമ്മുടെ ജാമിദക്ക് എന്താണോ പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. മോളെ പറ, കേക്കട്ടെ. അനുവാചകരിലെ അഥവാ വായനക്കാരിലെ ശ്രദ്ധ, കാഴ്ചക്കാരിലെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി എല്ലാവരും സ്വീകരിക്കാറുള്ള ചില അൽഗോരിതം, ചില തന്ത്രങ്ങൾ, അത് ശരിക്കും ഇന്നത്തെ സാമൂഹ്യ മാധ്യമ അന്തരീക്ഷത്തിൽ വർക്കൗട്ട് ആകുന്നുണ്ട്. സന്തോഷം. മനസ്സിലായോ? അതായത് ഈ കാഴ്ചക്കാരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ചില അൽഗോരിതംസ് ഉണ്ട്. അത് ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഭയങ്കരമായിട്ട് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ തുടക്കത്തിൽ കാണിച്ച പോലെ നമ്മുടെ കാമിക്കുട്ടിയിട്ട അതേ തംബ്നെയിലുകൾ തന്നെ. ഇനി വീണ്ടും നമ്മുടെ കാമിക്കുട്ടിക്ക് വേറെ എന്തോന്നുകൂടെ പറയണം, അതുകൂടെ കേട്ടിട്ട് വരാം. ഇപ്പോൾ അവര് ചിത്രം വരയ്ക്കുന്നു. ഇപ്പം ഇന്നിപ്പോ വിഷു ആണ്. അവർക്ക് കണ്ണന്റെ ചിത്രം ഗുരുവായൂരിൽ സമർപ്പിക്കണം, പോലീസ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ അവർ ഒളിവിൽ പോയി, വിലങ്ങു വെച്ചു. അവര് ജയിലിനകത്താണ്. അവര് ജയിലിൽ കിടന്നാണ് ഇനിയിപ്പോൾ ചിത്രം വരയ്ക്കാനുള്ളത്. ഇനിയും ഒന്ന് കാണാമല്ലോ. അവര് ഹിന്ദുക്കളെ വെല്ലുവിളിച്ച് രംഗത്ത് വരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വീഡിയോകൾ ചെയ്യുന്നത് തമ്പനയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ വീഡിയോയിൽ അകത്തേക്ക് ഇറങ്ങി പോയിട്ടില്ല. ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് ജസ്നയ്ക്ക് പറയാനുണ്ടായിരുന്ന വസ്തുതകൾ കൂടി നമ്മൾ എന്താ ചെയ്യലേ? എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്? ഇന്നലത്തെ വീഡിയോയും ഇന്നിട്ട വീഡിയോ കൊണ്ടും തംബ്നെയിൽസ്
ജസ്റ്റിനെ വിലങ്ങ് വെച്ച് ജസ്റ്റിനെ ജയിലിലാണ്, ജസ്റ്റിനെ ജയിലിൽ നിന്ന് ഖുറാനും ബുക്കുമാണ് ചോദിച്ചത്, ജസ്റ്റിന് അത് ജസ്റ്റിന് ഇത് എന്ന് പറഞ്ഞ് പച്ച കളവായിട്ട് അതിന് തമ്മനയിലിട്ടിട്ട് ജസ്റ്റിനെ വീഡിയോ ചെയ്തിട്ട് ഇന്ന് വന്ന് കുത്തിയിരുന്ന് ഇതുപോലെ തൂറി മെഴുകാൻ എൻ്റെ കാമി എന്നെ കൊണ്ടേ പറ്റുള്ളൂ, എനിക്ക് ഇച്ചിരി ഇതൊന്നും അല്ല കേട്ടോ, കണ്ടാമൃഗക്കെട്ട് മാറി നിൽക്കും. സത്യമായിട്ടും ഒരു ലേശ ഉളുപ്പ്, ഒരുപാടൊന്നും വേണ്ട, ഒരു ഇത്തിരി മതി, ഒരു ലേശ ഉളുപ്പുണ്ടെങ്കിൽ ഇത് ചെയ്യോ? എൻ്റെ കാര്യം പറയാൻ പറ്റില്ല, എനിക്ക് ഉളുപ്പില്ലല്ലോ. എന്താണേലും കൊള്ളാം. എൻ്റെ പൊന്നു ജസ്ന കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ കാമിക്കുട്ടിയും നമ്മുടെ തീട്ടം ബൈജൊക്കെ എൻ്റെ വീട്ടിൽ വന്നിട്ട് കാണിച്ച പ്രഹസനമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അന്നേ നമ്മളിങ്ങനെ വിചാരിച്ചിരുന്നു എന്തോ ഒന്ന് ഈ കൊച്ചിന് വരാൻ കിടക്കുന്നുണ്ട്. കാരണം 2 മാൻഡ്രേക്കാണ് വീട്ടിലോട്ട് കയറി ചെന്നത്. അതൊരു മാൻഡ്രേക്കാണ് ഇറങ്ങി വരുന്നത് ജയിലിൽ നിന്നുമാണ്. ആ മാൻഡ്രേക്ക് ജയിലിൽ നിന്ന് ഇറങ്ങി വരിക മാത്രമല്ല, ആ മാൻഡ്രേക്ക് ജസ്റ്റിൻ്റെ കയ്യിൽ മറ്റേതുവരെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്ത് നമ്മുടെ ഈ രക്ഷാബന്ധനില്ലേ, അതുവരെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. കണ്ടിരുന്ന ആ വീഡിയോ ഒക്കെ നിങ്ങൾ ഇതാ എന്നെ പെങ്ങളായിട്ട് സ്വീകരിച്ചു. ഓളെ കുടുങ്ങല്ലേ? ഫാത്തിമ കുടുങ്ങിയോ? താങ്ക് യു. എന്റെ ആദ്യമായിട്ടോ ഞാൻ ഈ ഒരു സാധനം കിട്ടുന്നത്, ലൈഫിൽ ആദ്യമായിട്ടാ, ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മുടെ മാൻഡ്രാക്ക് ജസ്റ്റിൻ്റെ കയ്യിൽ കെട്ടിക്കൊടുത്ത് വിത്തിൻ 1 വീക്കിൽ കിട്ടി. ജസ്റ്റിനൊക്കെ ഒരു FIR അടിച്ച് വായിലോട്ട്. ഇതാണ് നമ്മുടെ മാൻഡ്രാക്കുകളുടെ ഒക്കെ അവസ്ഥ. ചെസ് നമ്പർ 1 കയറി ഇറങ്ങി, ചെസ് നമ്പർ 2 ഇതാ കയറാൻ വേണ്ടി നിൽക്കുന്നു, ചെസ് നമ്പർ 3 ചെസ് നമ്പർ 4 ഒക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് മലം ബൈജു ഇവരുടെ ഒക്കെ വീട്ടിലൊക്കെ ഒന്ന് പോകണം. ഇവർക്കൊക്കെ ഒന്ന് നമ്മുടെ ആരിഫിൻ്റെയും ജാമിദയുടെയും ഒക്കെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വേറെ പരിപാടി മാത്രമല്ല, അവർക്ക് കയ്യിൽ ഇതുപോലെ സാധനങ്ങളൊക്കെ കെട്ടിക്കൊടുക്കണം. വേറെ എവിടെയും കെട്ടിക്കൊണ്ട് മാത്രം കാര്യമില്ല. ഇതൊക്കെ കെട്ടിക്കൊടുത്ത് നമുക്ക് ഓരോരുത്തരായിട്ട് ജയിലിൽ കയറ്റാം. എങ്ങനെയുണ്ട്? പൊളിക്കൂലേ? അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് തുടക്കത്തിൽ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളോട്ടെ, നിങ്ങളൊക്കെ വിട്. ഇതൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ ജസ്റ്റിനൊക്കെ ഒരു കുസലുമില്ല, ഒരു കുസലുമില്ല. ഞാൻ ആലോചിച്ച് നോക്കുക, ഹൈക്കോർട്ടിൻ്റെ വിധി പ്രകാരം FIR ഇട്ട് പോലീസ്, ഇതുവരെ പോലീസ് അറസ്റ്റും ചെയ്തിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓള് ഇന്നും ഇട്ട് വീഡിയോ, ഓള് ഇന്നും ഗുരുവായൂരിൽ പോയി, ഇന്നും അവിടെ പോയിട്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വീഡിയോ കൊണ്ട് കാണും. കണ്ണിനെ ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. ഇത് ഈ വർഷം ഗുരുവായൂർ വിഷുവിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വരച്ചതാണ്. 12 വർഷമായി ഗുരുവായൂർ ഞാൻ ഫോട്ടോ സമർപ്പണം ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് വെണ്ണക്കണ്ണൻ അല്ലാതെ മറ്റൊരു കണ്ണനെ, എന്ന് വെച്ചാൽ കുഞ്ഞു കണ്ണന്മാർ തന്നെയാണ്, പക്ഷേ എല്ലാ വർഷവും വെണ്ണക്കണ്ണൻ, വെണ്ണ ഉണ്ണുന്ന കണ്ണനെയാണ് ഞാൻ അവിടെ സമർപ്പിക്കാറ്. ആദ്യമായിട്ടാണ് വേറൊരു രൂപത്തിലുള്ള കണ്ണനെ ഞാൻ സമർപ്പിക്കുന്നത്. കയ്യിലെന്താ കുപ്പിപ്പാൽ വല്ലതും കണ്ണൻ്റെ? ഈ വെണ്ണക്കണ്ണനെ മാറ്റി വരച്ചതിന് കുപ്പിപ്പാലാണോ അതോ കാലാണോ? എന്തെങ്കിലും ആവട്ടെ. എന്താണെങ്കിൽ ഈ വിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നിങ്ങളൊന്ന് ആലോചിക്കുക, അവൾ ഗുരുവായൂർ പോയിട്ട് ഇത് കൊടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യുന്ന സംഘികളുടെ ഒരു ചെറുതൊന്നുമല്ലല്ലേ? അതിൽ ധൈര്യം അവർക്ക് ഉണ്ടെങ്കിൽ ഒന്നുകിൽ വട്ടായിരിക്കും, തലക്ക് വെളിവില്ലായിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെന്ന് മനസ്സിലാവുന്നില്ല. ഈ വിവരം കേട്ടൊക്കെ ഇതുവരെ കാര്യം മനസ്സിലായിട്ടില്ല. അതാണ് ഏറ്റവും രസം. ഇവള് കണ്ണൻ ഇത് കൊടുക്കുന്നോ ചാർത്തുന്നോ ഒന്നുമല്ല. ഇതും പറഞ്ഞിട്ട് മറ്റ് മതത്തിൽ നിന്ന് ഒരു മതത്തിൽ പോയിട്ട് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി ഇവിടെ വന്ന് വീഡിയോ ഇട്ട് അവിടെ കൊണ്ട് വീഡിയോ ഇട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മാനസികാവസ്ഥ, അതല്ലെങ്കിൽ എത്ര ക്രൂരമായിട്ടാണ് ഇവളീ ചെയ്യുന്നതെന്ന് ഈ വിവരം കേട്ടൊക്കെ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതിൻ്റെ അവസ്ഥ എന്താണ്, ഇതുകൊണ്ടുണ്ടാവുന്ന സമൂഹത്തിലുണ്ടാവുന്ന കാര്യങ്ങൾ എന്താണ്, ഹൈക്കോർട്ട് വരെ ചൂണ്ടിക്കാണിച്ച് കലാപാഹ്വാനം അല്ലെങ്കിൽ രാജ്യദ്രോഹം വരെ ചൂണ്ടിക്കാണിച്ച് ഹൈക്കോർട്ട്. എന്നിട്ട് പോലും ഈ വിവരം കേട്ട മച്ചിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല തമ്പുരാനെ. ഇത് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ പുരയിലൊന്നും ആരുമില്ല. ഇവളെ കെട്ടിയോൻ ഈ സലീം പൊട്ടം കുണാപ്പൻ ഏതോ മറ്റോടത്ത് പോയി കിടന്നിട്ട് ഇവൾ ഇന്നലെയൊക്കെ അവൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. എടാ മൊയന്തേ, എനിക്ക് വല്ല ബോധവും വിവരവും പൊക്കണമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്ക്. എൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോഴൊന്നും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്ക് സാധനത്തിന്. ഈ നാട്ടിലെ ഈ പറഞ്ഞ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇവളെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും. ആ അവസ്ഥയിൽ എത്തിക്കാട്ടി മണുണാഞ്ചിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. വിവരം കേട്ടോ, സൗദി പോയി ചത്ത് കിടക്കാതെ കേട്ടത്. അത് ഇവളെ തന്തണ്ടല്ലോ ഏതോ ഒരുത്തൻ, ആ പൊട്ടനൊന്ന് പറഞ്ഞ് മനസ്സിലായിക്കൂടെ? ഇവള് വീടുണ്ടാക്കി തരുന്ന വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കാൻ തോന്നുന്നുണ്ട്. ഈ വിവരം കേട്ടവന്മാരൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലായിക്കൂടെ ഈ സാധനത്തിന്. അത് മാത്രമല്ല, അന്ന് ഗുരുവായൂർ മറ്റേ ഫോട്ടോ കൊടുക്കാൻ പോയ വൈക്കിൽ ഗുരുവായൂർ ഈ വിഷുവിൻ്റെ ഒക്കെ സമയത്ത് ഒരു കണി വെക്കാറുണ്ട് റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട്. ആ കണി വെച്ചുകൊടുത്ത് പോയിട്ട് ഇവള് കാണിച്ച കോപ്രായങ്ങൾ ഈ എന്തൊക്കെ ആ സമയത്തൊക്കെ ഇവളെ ഈ തീവ്ര ഹിന്ദുക്കൾ വല്ല അവിടെ ഇവളെ ആ സമയത്ത് അവിടെ ഇവളെ അടിച്ച് വല്ലതും ചെയ്തേനെ. ആ വീഡിയോ ഒന്ന് ഉണ്ടോ നിങ്ങൾ?
എങ്ങനെയുണ്ട്? അവിടെ പോയിട്ട് ആ കണ്ണനെ ഉമ്മയും കൊടുത്ത് പോകുന്നു. ആ പവിത്രമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ വിശ്വാസികൾ പവിത്രമായിട്ട് കാണുന്ന ഒരു സംഭവം, ആ പേരിൽ ഇവളോട് മൂലയിലിരിക്കാൻ ഇവരൊക്കെ പറഞ്ഞിട്ട്, ഈ പറഞ്ഞ ഹിന്ദുക്കളും സംഘികളും കോടതിയും പോലീസും ഒക്കെ പറഞ്ഞിട്ടും ഒരു എളുപ്പമില്ലാണ്ട് അവിടെ പോയിട്ട് ആ കണ്ണനും പോയിട്ട് ഉമ്മ കൊടുത്ത് ഇവള് പോകുന്നു. ഇതാണ് ഇവളുടെ ഒരു അവസ്ഥ. സത്യത്തിൽ ഇവക്ക് ബോധമില്ലെങ്കിൽ ഇവളെ കൂടെ ഉള്ളവരും ഇവളെ മക്കളും ഇവളെ അരുണേട്ടനും ഇവളെ മറ്റേട്ടനും ആരൊക്കെ ഉണ്ടല്ലോ, കുറേ ഏട്ടന്മാർ, അർജുനേട്ടനൊക്കെ അവളെ കൂടി പൊട്ടന്മാരെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ സാധനം നാട്ടിൽ കാണിച്ചു കൂട്ടുന്നതുകൊണ്ട് വേറെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ വരാണ്ട് ഈ സമുദായത്തിലും ഈ പറഞ്ഞ 2 മതങ്ങളുടെ ഇടയിലും ഒക്കെ. ആ ബോധം വെക്കുണ്ടാവില്ല. നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇവളെങ്ങനെ കയറ്റി വിടാൻ ഈ ജാവിനെ പോലത്തെയും ഈ മറ്റേ തീട്ടം ബൈജുവിനെ പോലത്തെയും പലതും കാണും. അവരെ കാര്യം വരുമ്പോഴേ മണ്ണും തട്ടി അങ്ങോട്ട് പോകും. അവസാനം 8ന്റെ പണിയും കിട്ടി ജയിലിലവിടെ പോയി കിടന്നല്ലോ, ഇറക്കാൻ കൂടി ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. ആ കൃഷ്ണരാജൊക്കെ കിട്ടുന്ന പോസ്റ്റ് ഉണ്ട്, ഇവളെ പൂട്ടാൻ വേണ്ടിയിട്ട് അവനെ കിട്ടുന്ന പോസ്റ്റുകളുണ്ട്. എൻ്റെ പൊന്ന് ജസ്ന സലീമെ, എടാ പൊട്ടൻ സലീമെ, കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഇതിനെ അടക്കി അവിടെ ഇരുത്താൻ നോക്ക്. വാപ്പ ആണെങ്കിലും വേണ്ടില്ല, പുതിയാപ്പിള ആണെങ്കിലും വേണ്ടില്ല.